നമ്മുടെ വിഷയം റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന വിഷയമാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടം റബ്ബിനെയാണ്. ഞാനിവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില സുപ്രധാനമായ വിഷയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒന്നോർക്കുക, നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഒന്നെങ്കിൽ നിർബന്ധിതമായി അല്ലെങ്കിൽ സ്വമേധയാൽ വന്നവരാണ്. ഈ പ്രഭാഷണം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ചൊക്കെയായിരുന്നു. എന്നാൽ നാം സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ഒക്കെ അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്. നോക്കൂ, നിങ്ങളെല്ലാവരും എത്രയോ സൗന്ദര്യമുള്ളവർ, എത്രയോ ആകാരഭംഗിയുള്ളവർ. ഇതെല്ലാം നൽകിയ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള അരമണിക്കൂർ ചർച്ചയാണ് നമ്മുടേത്. വിശുദ്ധ ഖുർആനിന്റെ 82-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും വചനമാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഖുർആനിക വചനങ്ങളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണിത്. നിങ്ങളുടെ ശരീരം മുഴുവനും കാതായി തീരേണ്ട ഘട്ടം കൂടിയാണിത്. കാതിലൂടെ മാത്രമല്ല, ശരീരം മുഴുവനും കാതായി, കേൾവിയായി തീരുക. ഹൃദയം കൊണ്ട് കേൾക്കുക, ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഹൃദയത്തിന്റെ പരിവർത്തനത്തിന് അനിവാര്യമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ 82-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടികളല്ല, നിങ്ങൾ വലിയവരെക്കാൾ വലിയ ബുദ്ധിയുള്ളവരും അറിവുള്ളവരും കഴിവുള്ളവരും ലോകത്തെ ശ്രദ്ധിക്കുന്നവരും ആധുനിക മീഡിയകൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ. നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ ടെക്നോളജി അറിയുന്ന ആളുകളാണ്. ഈ സംവിധാനങ്ങളെല്ലാം മനുഷ്യന്റെ ധിഷണയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. എങ്കിൽ ആരാണ് മനുഷ്യൻ? ഒരു വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഖുർആൻ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ മറപ്പിച്ചു കളഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഔദാര്യവാനായ റബ്ബ്. എന്താ റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം? പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്, സംരക്ഷകൻ എന്നാണ്. ഒരു സൃഷ്ടിയുടെ, ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ആൽമരം കണ്ടിട്ടുണ്ട്. ഒരാൽമരത്തിന്റെ കുരു, അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെ അതിനാവശ്യമായതെല്ലാം നൽകുന്നവൻ ആരോ? അവനാണ് റബ്ബ്. ഒന്നുകൂടെ പറയാം, ആരാണ് റബ്ബ്? വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു വചനമുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, അല്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായി. 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു. എങ്ങനെ? ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. കണ്ടോ? ദാലികുമുല്ലാഹു റബ്ബുക്കും. ആരാ റബ്ബ്? 3 ഇരുട്ടറകൾക്കുള്ളിൽ നിങ്ങളെ വളർത്തിയ. എന്താണ് ഈ 3 ഇരുട്ടറ? എംബ്രിയോളജി. നിങ്ങളൊക്കെ ഒരുപക്ഷെ പഠിക്കാൻ പോകുന്ന, വിശാലമായി പഠിക്കാൻ പോകുന്ന, ഡിഗ്രി തലത്തിലൊക്കെ കൂടുതൽ പഠിക്കാൻ പോകുന്ന എംബ്രിയോളജി. അതിൽ വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയാണ്, മാതാവിന്റെ വയറാകുന്ന ഭിത്തി, ഗർഭപാത്രത്തിന്റെ 2-ാമത്തെ ഭിത്തി, ആംനിയോ കോറിയോൺ പാട ഉൾക്കൊള്ളുന്ന 3-ാമത്തെ ഭിത്തി. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചക തിരുമേനി, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ബാപ്പാനെയും ഉമ്മയോ കണ്ട് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ അവസരമില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച അറബുകളിൽ ഒരാളായിരുന്ന പ്രവാചക തിരുമേനി, സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് മോഡേൺ സയൻസ് കണ്ടെത്തിയ എംബ്രിയോളജിയിലെ അത്ഭുതകരമായ ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. എന്ത്? 3 ഇരുട്ടറകൾക്കുള്ളിൽ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങളെ വളർത്തിയവൻ അവനല്ലയോ നിങ്ങളുടെ റബ്ബ്? ആരാ നമ്മുടെ റബ്ബ്? നമുക്ക് കടപ്പാടുണ്ട് ഉമ്മയോട്, ഉപ്പയോട്. എന്താ? ഉമ്മയാ നമ്മളെ വളർത്തിയത്. ശരി, ഉമ്മാനെ തന്നതാരാ? നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മളെ സംവിധാനിച്ചതാരാ? ഒരു ബീജഗണത്തിൽ നിന്ന്. അറിയോ മക്കൾക്ക്? 200 കോടി ബീജഗണങ്ങളിൽ ലക്ഷണമൊത്ത ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി, അല്ലേ? വിശുദ്ധ ഖുർആൻ പറയാം, സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖന അലഖത മുളഅ ഫഖലഖന മുളഅത ഇലാമ ഫകസൗന ലിലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ
മനോഹരമായ വിവരണം. നോക്കൂ പൊന്നു മക്കളെ, ഒരു ഇന്ദ്രിയത്തുള്ളി, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി, അലം യകുന്നു തുഫത്തം മിൻ മനിയ്യിൻ യുംന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 37-ാമത്തെ വചനം. 200 കോടി ബീജഗണങ്ങളിൽ പുരുഷന്റെ ബീജത്തിലെ ഒരു ഗണമായിരുന്നു ആണും പെണ്ണും. XX ക്രോമസോം, XY ക്രോമസോം. XY ചേർന്നാൽ ആണും XX ചേർന്നാൽ പെണ്ണും. അള്ളാന്റെ ചോദ്യം എന്താ? അലം യകുന്നു തുഫത്തം മിൻ മനിയ്യിൻ യുംന, 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊത്ത ഒരു ബീജമായിരുന്നില്ലേ നീ? ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒന്നും പറയുന്നത് പോലെ അല്ല കാര്യം. വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച ഒരു സിട്ടാവിനെ, നമ്മുടെ കൈവിരലുകളെ സംവിധാനിച്ച ഒരു സിട്ടാവിനെ 4 വിരൽ തരുക മാത്രല്ല, നഖവും തന്നു. ഈ നഖം പറഞ്ഞു പോയാൽ പകരം നഖം വരില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈകൊണ്ടൊരു പേന പിടിക്കാൻ കഴിയോ? നഖം നീണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓരോന്നിനെയും വെക്കേണ്ടിടത്ത് അഹ്സനു തഖ്വീം, ഖുർആനിലെ 95-ാം അധ്യായം 5-ാമത്തെ വചന. ഏറ്റവും നല്ല ഘടനയോടുകൂടി നമ്മളെ സൃഷ്ടിച്ചു. മുന്നോട്ട് പ്രയാണം ചെയ്യാൻ പറ്റിയ കാൽവിരലുകൾ തന്നു, സംവിധാനിച്ചു. വിശുദ്ധ ഖുർആനിന്റെ 51-ാം അധ്യായം ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അല്ല വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അത്ഭുതങ്ങളുടെ കലവറയാ നിങ്ങളുടെ ശരീരം. നോക്കൂ നിങ്ങൾ, നമ്മുടെ തലയോട്ടി. എനിക്ക് എന്നും അത്ഭുതം ഉണ്ടായിട്ടുള്ള ഒരു കാര്യ, ഹെൽമെറ്റ് നിർമ്മിക്കുന്നു നമ്മൾ തലയെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. തലേനെ പ്രൊട്ടക്ട് ചെയ്യാൻ മനുഷ്യന്റെ ബുദ്ധി, തേങ്ങ അതിന് ചകിരി നൽകിയ ഹെൽമെറ്റ്, അത് ആര് നൽകിയതാ? തറയിൽ വീണാൽ, പാറയിൽ വീണാൽ അത് പൊട്ടിപ്പോകാതിരിക്കാൻ ചകിരി കൊണ്ട് ആ ചിരട്ടയെ അനാവൃതമാക്കിയ ആ തമ്പുരാനാരാ? ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അവനാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത്. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് മാ യംലികൂന മിൻ ഖിത്മീർ. വല്ലാത്തൊരു ചോദ്യമാണ്. പകലിനെ രാവിലും രാവിനെ പകലിലും പ്രയാണം ചെയ്യിപ്പിക്കുന്നവൻ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാവിങ്ങനെ തുടരുകയാണ്, പകല് വരുന്നില്ല, പകലിങ്ങനെ തുടരുകയാണ്. ആരാ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുതരിക? അവനാണ് നമ്മുടെ റബ്ബ്. ഒന്നുകൂടെ ആലോചിച്ചേ. നമ്മുടെ കിഡ്നി 130 ഗ്രാം ഭാരമുള്ള നമ്മുടെ കിഡ്നി 1000 കൊല്ലം അരിക്കാനുള്ള അരിപ്പ നമ്മുടെ കിഡ്നിക്ക് നൽകി. അതേ പെപ്സി കുടിച്ച്, കോള കുടിച്ച്, ആധുനികമായ പലതും തിന്ന് കേടുവന്ന് കിഡ്നി ഡാമേജ് ആയി പോയാൽ കുറ്റക്കാരാരാ? ഒരു കിഡ്നിക്ക് പകരം മറ്റൊരു കിഡ്നി റീപ്ലാന്റേഷൻ ചെയ്യുമ്പോൾ 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം. ഒരു നോക്കൂ, വളരെ ചുരുങ്ങിയ വലുപ്പത്തിലുള്ള ഒരു ചെറിയ കിഡ്നിക്ക് 40-50 ലക്ഷം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ കണ്ണും നമ്മുടെ ഹൃദയവും നമ്മുടെ ലിവറും നമ്മുടെ അവയവങ്ങളും അല്ല തന്നതാ. ആരാ? അതുകൊണ്ടാ അള്ളാന്റെ ചോദ്യം. അല്ല യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. നമ്മുടെയൊക്കെ രൂപം വ്യത്യസ്തമാണ്. ഒരാളും ഒരാളെ പോലെയല്ല. എല്ലാരെയും വേർതിരിച്ചറിയാം. ടിൻസ് ആണെങ്കിൽ പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വേർതിരിച്ചറിയാം. അള്ളാന്റെ ചോദ്യം എന്തറിയോ? നിങ്ങൾക്ക് ചുവപ്പും കറുപ്പും വെളുപ്പും പല കളറും തന്നില്ലേ? അത് ആര് തന്നതാ? റഹ്മാനായ റബ്ബ് തന്നതാ. അതുകൊണ്ട് നിറത്തിന്റെ പേരിൽ ഉച്ചനീചത്വം വേണ്ട എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സൃഷ്ടിയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മക്കളെ, ഈ ഓഡിറ്റോറിയം ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനീയർ ഉണ്ട്, ഈ സൗണ്ട് സിസ്റ്റം കണ്ടെത്തിയ മനുഷ്യരുണ്ട്, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് പോഡിയം അത് സംവിധാനിച്ച ഒരു സംവിധായകനുണ്ട്. എന്നെയും നിങ്ങളെയും സംവിധാനിച്ചതിന്റെ പിന്നിൽ ആരുമില്ലെന്നോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കോടിക്കണക്കായ നക്ഷത്രജാലങ്ങളുള്ള ഈ മഹാപ്രപഞ്ചം അല്ലേ? അള്ളാന്റെ ചോദ്യം അതാണ്. അല്ല, അള്ളാന്റെ ചോദ്യം സൂറത്ത് ആൽ ഇംറാനിലെ 190-ൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. അടുത്ത വാചകം എന്താ? റബ്ബിനെയാണ് എനിക്കിഷ്ടം അല്ലേ? റബ്ബിനെയാണ് എനിക്കിഷ്ടം. നമ്മൾ പറയുന്നു റബ്ബന മാ ഖലഖത ഹാദാ ബാതില. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, നീ ഇത് നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മൾ പറയാൻ കാരണം നിങ്ങൾ എന്നെ ആലോചിച്ചേ. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു. രാജ്ഞി കണക്കയെ കുമാരനാശാന്റെ വീണപൂവ. ആ പന്നീർ പുഷ്പത്തിന്റെ ഇതളുകൾക്ക് ആരാ മനോഹാരിത നൽകിയത്? ശാസ്ത്രകാരനല്ല. എല്ലാവർക്കും ഉറപ്പാ. വ്യത്യസ്തമായ ഫ്രൂട്ടുകൾ, ഒരേ വെള്ളവും വളവും വലിച്ചെടുത്ത് വ്യത്യസ്തമായ ഫ്രൂട്ടുകൾ. അള്ളാന്റെ ചോദ്യമാണ്,
കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച്, വ്യത്യസ്തങ്ങളായ പർവ്വതങ്ങളെ കുറിച്ച്, റോഡുകളുടെ നിറവർണ്ണങ്ങളെ കുറിച്ച്, സസ്യലതാദികളുടെ വൈവിധ്യതയെ കുറിച്ച്, മനുഷ്യരുടെ വൈവിധ്യത, ഇതൊക്കെ സൂക്ഷ്മമായി നോക്കുന്ന ഒരാള് നിന്നും ഇരുന്നും കിടന്നും ആരാതൊക്കെ ഉണ്ടാക്കി. സൂര്യൻ കറക്റ്റ് അസ്തമിക്കുന്നില്ലേ? ഉണ്ട്. ഷാർപ്പ് ഉദിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ എന്താ മക്കളെ പറയണത്? അല്ല ചോദിക്കാണ്, അല്ല വശംസു തജ്രീലി മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അല്ല പറയാണ്, സൂര്യൻ അതിന്റെ ഓർബിറ്റലുകളിൽ, അതിന്റെ പദമേഖലകളിൽ ഒരു സ്വിമ്മിംഗ് മോഷൻ, നമ്മൾ വെള്ളത്തിൽ നീന്തുന്ന പോലെ ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ കൃത്യമായി നിലനിൽക്കുന്നു അല്ലെ? ജനശതാബ്ദി കറക്റ്റ് ടൈമിൽ എത്തിക്കൊള്ളുന്നില്ല. 9:40 ഞാൻ ഇവിടെ എത്തേണ്ടത്. പക്ഷെ റോഡ് ട്രാഫിക് ജാം ആയതുകൊണ്ട് ഓടിച്ചു വരാൻ പറ്റാതെ മണിക്കൂറുകൾ ഇവിടെ തടയപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്റെ പ്രഭാഷണത്തിന്റെ സമയവും തെറ്റി. പക്ഷെ സൂര്യൻ ഇന്ന് വരെ ഷാർപ്പ് എന്ന അവസ്ഥയിൽ 6:10 ഉദിക്കേണ്ട സൂര്യൻ 6:08 ഉദിക്കുന്നില്ല, 6:12 കഴിഞ്ഞ് ഉദിക്കാതിരിക്കുന്നില്ല. ഖുർആനിന്റെ ചോദ്യം എന്താ? നിങ്ങളുടെ റബ്ബ് ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ള റബ്ബ് ഇതാ ഈ കാര്യം കൃത്യമായി വെച്ചിരിക്കുന്നു. എത്രക്ക് ഫ്രൂട്ടുകളാണ്! നിങ്ങൾ പച്ചക്കറി മാർക്കറ്റിലെ പച്ചക്കറിയുടെ വൈവിധ്യത നോക്ക്. ആരാ മക്കളെ ഇതൊക്കെ സംവിധാനിച്ചത്? ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ശ്രീരാമനാണെന്ന് ആരെങ്കിലും പറയുമോ? കാരണം ശ്രീരാമന് മുമ്പ് അച്ഛനുണ്ടായിരുന്നു, ദശരഥൻ ഉണ്ടായിരുന്നു, കൈകേയി ഉണ്ടായിരുന്നു, കൗസല്യ ഉണ്ടായിരുന്നു, സുമിത്ര ഉണ്ടായിരുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ ആകാശമുണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു, സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു, നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടായിരുന്നു, സൗരയൂഥങ്ങൾ ഉണ്ടായിരുന്നു, ഈ മഹാപ്രപഞ്ചം ഉണ്ടായിരുന്നു. പന്നീർ പുഷ്പങ്ങൾ ഇതളുകൾ വിളിച്ചിരുന്നു, അതുപോലെ ജമന്തി പുഷ്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആന ഗർജിച്ചിരുന്നു, ആനയുടെ ചിഹ്നം വിളി ഉണ്ടായിരുന്നു, സിംഹത്തിന്റെ ഗർജനം ഉണ്ടായിരുന്നു. ആകാശത്തിന്റെ അനന്തതയിൽ പക്ഷികൾ വട്ടമിട്ട് പറന്നിരുന്നു. മറിയമിന്റെ പുത്രനായി യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു, നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ആമിന അബ്ദുള്ള ദമ്പതികളുടെ മകനായി മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ലോകമുണ്ടായിരുന്നു. CM മടവൂരി ജനിക്കുന്നതിന് മുമ്പ് ലോകത്തെ നിയന്ത്രിച്ചത് ആരാ? ഇന്ന് സുന്നികൾ എന്ന് പറയുന്നവർ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാൻ. അന മുദബ്ബിറുൽ ആലം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം പറയില്ല. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികവുമല്ല. കാരണം അന മുദബ്ബിറുൽ ആലം എന്ന് ലോകത്താദ്യമായി പറഞ്ഞത് ഒരു നബിയല്ല, ഒരു വലിയല്ല, ഒരു സിദ്ദീഖല്ല, ഒരു കാഫിറായ മനുഷ്യനാണ്. അന മുദബ്ബിറുൽ ആലം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു പച്ച കാഫിറായിരുന്നു. ആ കാഫിറിന്റെ പേര് ഫിറൗൻ എന്നായിരുന്നു. പെരിച്ചായിയെ മുക്കിക്കൊല്ലുന്ന പോലെ അള്ള വെള്ളത്തിൽ കൊന്ന മനുഷ്യനായിരുന്നു. ലോകത്ത് എന്റെ മോനുണ്ട് അബ്ദുള്ള, 5 വയസ്സാ. ഞാൻ ഈ ക്ലിപ്പിട്ടപ്പോ അവൻ എന്നോട് ചോദിച്ചു, CM മടവൂരാണ് ലോകം നിയന്ത്രിക്കെങ്കിൽ മൂപ്പരെ മുമ്പ് ആരാ വാപ്പിയതൊക്കെ നിയന്ത്രിച്ചേ എന്ന് 5 വയസ്സുള്ള മോൻ ചോദിക്കുന്നു. ആലോചിക്ക, എന്റെ മക്കള് ആലോചിക്ക. ഒരൊറ്റ സിട്ടാവ്, ലോകത്തിന്റെ തമ്പുരാൻ റബ്ബ്. എന്തേ നമ്മൾ അവനെ ഇഷ്ടപ്പെടാൻ കാരണം? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യുക്തിവാദികൾ ചോദിക്കുന്നു, അള്ളാഹു കരുണാമയനാണെങ്കിൽ വേദന എന്തിനാ തന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? എന്തിനാ അള്ള തലവേദന തന്നത്? എന്തിനാ അള്ള വയറുവേദന തന്നത്? അല്ലെങ്കിൽ വേദന അതില്ലാതായിക്കൂടായിരുന്നോ? അള്ള പരമകാരുണ്യകനായതുകൊണ്ടാണ് വേദന. എന്തേ അങ്ങനെ? കിഡ്നി കേട് വന്നു, കിഡ്നിക്ക് ഡാമേജ് ആയി, ഹാർട്ടിന് പരിക്ക് പറ്റി, പക്ഷെ വേദന ഇല്ല. അറിയോ? അറിയാതിരുന്നാൽ പൂർണ്ണമായിട്ട് കേട് വരുമോ? ഇല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ചിന്തിച്ചോളൂ. നോക്കൂ, വേദനയില്ലായ്മ അനുഗ്രഹമാണെങ്കിൽ കുഷ്ഠരോഗികളല്ലേ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം? കിടന്നുറങ്ങിയാൽ പെരുവിരല് എലി കടിച്ചുണ്ടായാൽ അറിയില്ല. അങ്ങനെയാണെങ്കിൽ മൂർഖം പാമ്പ് കടിച്ചത് അറിയില്ല, വേദന ഇല്ല എങ്കിൽ മൂർഖം പാമ്പിന്റെ വിഷം കയറി നമ്മൾ മരിച്ചു പോകും. പറയൂ, വേദന അനുഗ്രഹമാണോ? ആണ്. വേദന ഉള്ളത് കൊണ്ടാണ് ഡോക്ടറെ എത്തിയത്. ഡോക്ടറെ, എനിക്ക് ഇവിടെ ഒരു വേദന. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു സ്കാനിങ് ചെയ്യണം, എക്സ്റേ എടുക്കണം. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, സർജറി നടക്കണം. സർജറി നടന്നു. പിന്നെ 40 കൊല്ലം ജീവിച്ചു, പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് വേദന ഇല്ലെങ്കിലോ? യുക്തിവാദികളുടെ ചോദ്യം എന്താ? അല്ലെന്തിനാ വേദന ഉണ്ടാക്കിയത്? അല്ലെന്തിനാ വികലാംഗരുണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ റാബിയക്ക് പത്മശ്രീ കിട്ടുമോ? ഹെലൻ കെല്ലറിന് അവാർഡ് കിട്ടുമോ? ഡബ് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള ഹെലൻ കെല്ലറിന്. സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിൽ ഇരുന്ന ആളാ, ലോകം കണ്ട ശാസ്ത്രകാരനാണ്. ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന ഗ്രന്ഥം എഴുതിയ ആളാണ്.
അപ്പൊ ഇതാ നിങ്ങൾ നോക്ക്, നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം അൻഷാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, കയ്യും കാലുമില്ലാത്ത ശോഷിച്ചു പോയ ഒരു കസേരയിൽ ആളുകൾ വാരിയെടുക്കുന്ന ഒരു പയ്യൻ, സോഷ്യൽ മീഡിയയിൽ അവനുണ്ട്. അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ റബ്ബെന്നെ ഇങ്ങനെയാക്കിയതിൽ അവനൊരു ഉദ്ദേശമുണ്ട്. ആരാ മക്കളെ മഴ ചൊരിയുന്നത്? അല്ലാഹുവാണ്. ആരാ മക്കളെ പച്ചക്കറി തന്നത്? അല്ലാഹുവാണ്. ആരാ മക്കളെ ഭക്ഷണം തന്നത്? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 40-ാമത്തെ വചന. ആരാ അല്ലാഹു? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഈ കണ്ട പ്രപഞ്ചവും ഇക്കണ്ട സകലതും അല്ലാഹ് സൃഷ്ടിച്ചതാണ്. വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് 31-ാം അധ്യായം 10-11 വചനങ്ങളിൽ അല്ലാഹു പറയുകയാണ്. ഇനി ആരെയാണ് ആരാധിക്കേണ്ടത്? ആരോടാണ് ആരാധന? അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്ത് ദാരിയാത്ത് 56-57 വചനങ്ങൾ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ്. ആരാ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അണ്ടകടാഹത്തിന്റെ ജഗതീശ്വരനാരോ അവനാണ് ലോകത്തിന്റെ തമ്പുരാൻ. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് ഓം അസദോമ ഓം സദേ സമസ്തേ. സർവലോകാശ്രയായ വിശുദ്ധ ഖുർആനും വേദഗ്രന്ഥങ്ങളും ബൈബിളും എല്ലാം പറയുന്നത് ഏകനായ ഒരു ദൈവം എന്നാണ്. അപ്പൊ ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ 715 കോടി മനുഷ്യർക്കും ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആപ്പിൾ കടിക്കുമ്പോഴും പപ്പായ തിന്നുമ്പോഴും ഓർത്തിട്ടുണ്ടോ? അതിന്റെ നിറവും ആകൃതിയും ടേസ്റ്റും അതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുന്ന നമ്മളോട്, ഹാദാ ഖൽഖുല്ലാഹ്. അല്ലാഹ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്, പടച്ചോനില്ല എന്ന് പറയാൻ എളുപ്പമാണ്, ഒക്കെ ശരിയാണ്. ചോദിക്കട്ടെ, ഒരു മുട്ടുസൂചി ഉയർത്തി, വേണ്ട, എന്റെ കൈവിരലിട്ട് ഈ മോതിരം ഇത് താനെ ഉണ്ടായതാണ്, എന്റെ കൈവിരലിലേക്ക് താനെ വന്നു ചേർന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ പറയൂ, സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ മഹാപ്രപഞ്ചത്തെ, നമ്മുടെ പാൻക്രിയാസിനെ, നമ്മുടെ സെറിബെല്ലത്തെ, നമ്മുടെ അസ്ഥികപാലം എന്ന മഹാ തലച്ചോറിനെ അത് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ് എന്ന കാര്യം, ഓരോ അവയവത്തിനനുസരിച്ചും അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയത് ആരാണ്? HMS ബീഗിൾ എന്ന കപ്പലിൽ ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത് 20 കൊല്ലത്തിന്റെ പഠനത്തിന് ശേഷം ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരേ വർഗത്തിൽപ്പെട്ടവർ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥക്കനുസരിച്ച് ആരോ സംവിധാനിച്ചതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സർ ഐസക് ന്യൂട്ടന്റെ പ്രഖ്യാപനവും ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രഖ്യാപനവും ഗ്രിഗർ മെൻഡലിന്റെ പ്രഖ്യാപനവും അരിസ്റ്റോട്ടലിന്റെ പ്രഖ്യാപനവും എല്ലാം ഈ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. ലോകത്തെ മുഴുവനും ചിന്തിക്കുന്നവർക്ക്, ലോകത്തെ സ്ഥൂലമായും സൂക്ഷ്മമായും ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നവർക്ക് ഇതിന്റെ പിന്നിലെ ഒരു സിട്ടാവിനെ കാണാൻ കഴിയും. സമയത്തെ കൃത്യതപ്പെടുത്തിയ, വ്യക്തതപ്പെടുത്തിയ ഒരു സിട്ടാവിനെ. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ വഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഗ്മിനൂൻ. വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം അംബിയാഇന്റെ 30-ാമത്തെ വചന. ചോദ്യം എന്താണെന്നറിയോ മക്കളെ? ഈ ആകാശവും ഭൂമിയൊക്കെ ഒരു ആദി പദാർത്ഥമായിരുന്നു. ബിഗ് ബാങ് തിയറിയെ പറ്റി ഒരു ആദി പിണ്ഡമായിരുന്നു. അല്ലാഹു പറയാ, അല്ല, സത്യനിഷേധികൾ കാണുന്നില്ലേ, ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഒരാദി പദാർത്ഥമായിരുന്നു, അതിനെ നാമാണ് വേർപ്പെടുത്തിയത്. അതാണ് വൈചിത്ര ബിന്ദുവിലെ സ്ഫോടനം എന്ന് മോഡേൺ സയൻസ് വിളിച്ചത്. സിംഗുലാരിറ്റിയിൽ തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 104 മുതലുള്ള വചനം നോക്കിയാൽ കാണാം, കമാ ബദഇനാ അവ്വല ഖൽഖിൻ നുഗീദു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഖ്യാതനായ മരിച്ചുപോയ W. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിനൊരു നാശമുണ്ട്. വജ്മിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരും, ഈ പ്രപഞ്ചം അടിച്ചു തകർക്കപ്പെടും. എന്നിട്ടൊരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഈ ലോകത്തെ അല്ലാഹു നിർത്തും. അവിടെ ഒരു വിചാരണയുണ്ട്. അവിടെ നമ്മുടെ അവസ്ഥ എന്താ?
നമുക്ക് ജീവിതം നൽകിയ അല്ലാഹു എന്തിനാ നൽകിയത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖുർആന്റെ 60-ാം അധ്യായം 2-ാമത്തെ വചനം. എന്തിനാ? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് ജീവിതം നൽകിയത് കഞ്ചാവടിച്ച് കള്ളുകുടിച്ച് പ്രേമിച്ച് അല്ലേ? ഒരു പെണ്ണിനെ നമ്മൾ പ്രേമിക്കുന്നു, ഒരാണിനെ പ്രേമിക്കുന്നു, നമ്മളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. പക്ഷേ നമ്മളെ ഒരിക്കലും ചതിക്കാത്ത നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ. അതേ 5 ഇരുട്ടറകൾക്കുള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ, ആകാശമേലാപ്പിന്റെ ഇരുട്ടിലും, കാർമേഘത്തിന്റെ ഇരുട്ടിലും, സാഗരത്തിന്റെ ഉപരിതലത്തിലെ ഇരുട്ടിലും, ആന്തരിക ഓളങ്ങളുടെ ഇരുട്ടിലും, അതേ മത്സ്യത്തിന്റെ വയറ്റിലും ജീവിച്ച ഒരു പ്രവാചകനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞപ്പോ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനെ, അതുപോലെ എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച മൂസാ നബിയെ ചെങ്കടലിൽ രക്ഷപ്പെടുത്തിയ അല്ലാഹു, ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെടുത്തിയ അല്ലാഹു, ആ അല്ലാഹു പോരെ നമുക്ക്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ജിന്നുകളും മലക്കുകളും കല്ലും എല്ലാം ആരാധിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഇതിനൊക്കെ നാശമുണ്ടെങ്കിൽ നാശമുള്ളതിനെ എങ്ങനെ ആരാധിക്കും? പുട്ടപ്പർത്തിയിലെ സായിബാബ മരിച്ചെങ്കിൽ, യേശു ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വാദപ്രകാരം കുരിശിലേറിയെങ്കിൽ, 3 ദിവസം കുരിശിൽ മരിച്ചെങ്കിൽ, ആ 3 ദിവസം ലോകത്തെ നിയന്ത്രിച്ചതാരാ? മുഹമ്മദ് നബി മരിച്ചിട്ടും എന്തേ സൂര്യൻ ഉദിക്കുന്നത്? അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചപ്പോ, അതെ മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യന് ഗ്രഹണമുണ്ടായി എന്ന് പറഞ്ഞപ്പോ അന്ധവിശ്വാസങ്ങളുടെ വേററുത്ത വിശ്വാചാര്യൻ, ലോകഗുരു, യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്. സൂര്യനും ചന്ദ്രനും പടച്ചവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. അതൊരാൾ മരിച്ചത് കൊണ്ടോ ഒരാൾ ജനിച്ചത് കൊണ്ടോ അതിന്റെ പ്രയാണത്തിന് ഭംഗം വരില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച് അന്ധവിശ്വാസത്തിൽ മനുഷ്യരെ മുക്തനാക്കിയ ഒരു പ്രവാചക തിരുമേനി മുഹമ്മദ് നബി മരിച്ചപ്പോ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വൈകാരികമായി പ്രതികരിച്ചപ്പോ 2 ഖുർആനിക വചനം വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 144-ലും വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം 30-ാമത്തെ വചനത്തിലും നബി മരിക്കും. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഓർക്കുക, +2 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്, SLC കഴിഞ്ഞ കുട്ടികൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഓർക്കുക, നാം ആരെയാണ് മുഹമ്മദ് നബി മരിച്ചു കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖാണ്. ചിറ്റടിമീത്തൽ അബൂബക്കർ അല്ല, മക്കത്തെ അബൂബക്കർ, ഖലീഫ അബൂബക്കർ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് എന്ന് സൂറത്ത് 13-ാം അധ്യായത്തിന്റെ 22-ൽ പറഞ്ഞ ആ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമറേ മുഹമ്മദിനെയാണോ ആരാധിക്കുന്നത്? എങ്കിൽ കത് മാത്ത മരിച്ചു. അല്ലാഹനെയാണോ ആരാധിക്കുന്നത്? ഹയ്യുൽ ലാ യമൂത്ത്. ഇനി നമുക്ക് വീട്ടിലൊക്കെ ചില വേദനകളൊക്കെ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും. ആരോടാ പറയേണ്ടത്? മക്കള് പറഞ്ഞു, ആരോടാ പറയേണ്ടത്? ഉമ്മയുമായി ബന്ധപ്പെട്ട സങ്കടം ഉണ്ടാവും. ഉപ്പ കള്ളു കുടിക്കുന്നു എന്നുള്ള സങ്കടം ഉണ്ടാവും. ഉപ്പ വെറുതെ തല്ലുന്നു എന്നുള്ള സങ്കടം ഉണ്ടാവും. അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാൻ കഴിയുന്നില്ല, സങ്കടം ഉണ്ടാവും. എന്റെ പൊന്നുമക്കളെ ആരോട് പറയും? രാത്രി എഴുന്നേൽക്കൂ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദൂന റബ്ബഹും ഖൗഫാ. ഭയപ്പാട് സൂറത്ത് സജ്ജദയിലെ 16. രാത്രി എഴുന്നേറ്റു. ആരോട് പറയണം? യൂസുഫ് നബി ചെറിയ കുട്ടിയായിരുന്നു, പൊട്ടക്കടലിൽ വെച്ച് അള്ളാഹിനോട് പറഞ്ഞു. ആ യൂസുഫ് നബി അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ വചനം. റബ്ബേ, എനിക്ക് രാജാതിരാജനായ റബ്ബേ, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി, എനിക്ക് രാജാധികാരം നൽകി. അതൊന്നും ഒരു വിഷയമല്ല റബ്ബേ, അതൊക്കെ ദുനിയാവിലെ കാര്യ. പടച്ചോൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഇനി യൂസുഫ് നബീനെ നഷ്ടപ്പെട്ടു. ഒരു ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖ. പക്ഷെ ആ ദുഃഖം ദർഗയിലല്ല പറഞ്ഞത്, ജിന്നുകളോടല്ല പറഞ്ഞത്, മനുഷ്യരോടല്ല പറഞ്ഞത്, മറിച്ച് യാഖൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. മക്കളെ, ഞാൻ തെളിവാ പറയുന്നത്. 12-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നറിയോ? കലബൽ സവ്വലതുലകും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. പടച്ചവനെ മക്കളോട് പറയാൻ,
മക്കളെ നിങ്ങൾ എന്തോ പിശാച് നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ അതങ്ങ് ചെയ്യുകയും ചെയ്തു. ഫസബറുൻ ജമീൽ, ഈ ബാപ്പ ക്ഷമിക്കുകയാണ്. എന്നിട്ട് പറയണതോ, എന്റെ സങ്കടങ്ങൾ മുഴുവനും ആകാശഭൂമികളുടെ തമ്പുരാനോടാണ് ഞാൻ പറയുന്നത്. ആ തമ്പുരാന്റെ പ്രത്യേകത എന്താ? വൈദാ സലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ജാൻ ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഉമ്മ കോഴിക്കോട്ടാണ്, മകൾ എറണാകുളത്താണ്. പക്ഷെ അല്ലയോ നോക്കൂ, മകൻ ലണ്ടനിലാണ്, ഉമ്മ മലപ്പുറത്താണ്, കുറുക്കോളിലാണ്. പക്ഷെ അല്ലയോ ജീവനാടിയേക്കാളും അടുത്തവനാണ്. അതുകൊണ്ട് അല്ല പറയാ, എന്താ പറയുന്നത്? റസൂലേ, എന്റെ അടിമകളോട് പറ, SLC വിദ്യാർത്ഥികളോട് പറ, കുരുന്നുകളോട് പറ, രാജാതിരാജനായ റബ്ബ് നിങ്ങളുടെ ജീവനാടിയേക്കാളും അടുത്തവനാണ്. അവരെന്നോട് സങ്കടം പറയട്ടെ, അവരെന്നെ വിളിക്കട്ടെ, അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. നോക്കൂ എത്ര കൃത്യമായ ഇസ്ലാമിന്റെ പാഠങ്ങൾ. മക്കളില്ല, അള്ളാഹിനോട് പറയാ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സാലിയായ കുട്ടിനെ തരണേ. സാലിയായ കുട്ടിനെ നമ്മൾ പറയണോ, സീമടൂരെ കുട്ടികളെ തരണേ. ഏയ്, ഇബ്രാഹിം നബി കുട്ടികളെ തേടുന്ന അള്ളാഹിനോട്. ഏത് ഇബ്രാഹിം നബി? അള്ളാഹിന്റെ ഖലീൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ടീം സ്പേസ് നിങ്ങൾക്ക് നൽകുന്നത് റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ആരാ റബ്ബ്? അള്ളാഹിന്റെ റസൂല് പറയാ, അല്ലാഹുമ്മ ലൗലാ അൻത മഗ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ കിനാ. ഖന്തഖ് യുദ്ധത്തിലാ പാടുന്നത്. വയറിൽ കല്ല് വെച്ചുകൊണ്ട്, കെട്ടിക്കൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ലൗലാ, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നു, അതുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സദഖ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്ന വാചകം എന്താണ്? ഫഅൻസിലൻ സകീനതൻ അലൈനാ, നീയാണ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത്. വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ കിനാ, അതുകൊണ്ട് ഞങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശുദ്ധ ഖുർആന്റെ 47-ാമത്തെ വചനമാണ് സൂറത്ത് മുഹമ്മദിൽ. നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 13 വയസ്സുള്ള ആളാണ്, നിങ്ങളുടെ വയസ്സ് പോലും ഇല്ലാത്ത ആളാണ്. അലി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായിരിക്കെ അല്ലാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, മുആദേ, അബ്ദുല്ലാ, അല്ലാഹനെ സൂക്ഷിക്കണേ, എവിടെയായിരുന്നാലും പടച്ചോനെ സൂക്ഷിക്കണേ. ഇത്തക്കില്ല ഐസുമാ കുൻ. പ്ലസ് 2ലാണ്, സ്കൂളിലാണ്, ഉമ്മ കാണില്ല, വാപ്പ കാണില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നെന്ന് തെറ്റ് ചെയ്യാം, അല്പം മദ്യപിക്കാം, അല്പം കഞ്ചാവ് കഴിക്കാം, പാടില്ല മക്കളെ. കാരണം എന്താ? അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, അലം യലംബി അന്നല്ലാഹ, അലം യലംബി അന്നല്ലാഹ യറാ, അല്ലാഹ് അവരെ കാണുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. സൂറത്ത് ഫാത്തിറിലെ 28 അവരുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നതാണ്. ശിർക്ക് ചെയ്യരുത് എന്ന് അല്ലാഹ് പറയുന്നു. മാത്രവുമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമാരോടായിരിക്കണം? കുല്ലിൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും. അല്ലാഹ് പറയാണ്, സ്വന്തം ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, മക്കളേക്കാൾ, സമ്പാദ്യത്തേക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന അമ്പരചുംബികളായ വീടുകളേക്കാൾ, നിങ്ങളുടെ കച്ചവടത്തേക്കാൾ. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ. അല്ലാഹ് പറയുന്നത് എന്താ അറിയോ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, റബ്ബിനെയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അല്ലാഹ് പറയുന്നു മദ്യപിക്കരുത്, എനിക്കത് വേണ്ട. അല്ലാഹ് പറയുന്നു പ്രേമിക്കരുത്. കല്യാണം കഴിച്ചോ, മാന്യമായി കല്യാണം കഴിച്ച് ജീവിച്ചോ. കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. 4-ാം അധ്യായം 34 അടക്കമുള്ള പെണ്ണാകണം, ഒതുക്കമുള്ളവളാവണം. ടൈറ്റ് ജീൻസ് ഇട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും പുരട്ടി അല്ലാഹനെ മറന്നു പോയാൽ ലഖത്താല ഹാദൽ ലൈലു വജുവദ്ദജാനിബുഹു. ചുറ്റും കറുത്തു തമോമയമായി ഇരുമുറ്റുമിരവിതിൽ ഏകാഗിയാണു ഞാൻ.
കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് ഭർത്താവ് പട്ടാളത്തിലാണ്. പക്ഷേ ആ പെണ്ണ് പാടുന്നത്, എന്റെ ആട്ടുകട്ടിലിൽ ഒരു അന്യ പുരുഷനെ ഞാൻ വിളിച്ചു വരുത്തുമായിരുന്നു. നാഥാ ഇന്നി ഖാഫുല്ലാഹ്, ഞാൻ റബ്ബിനെ പേടിക്കുന്നുണ്ട്. അങ്ങനെ റബ്ബിനെ സ്നേഹിക്കാൻ എന്റെ റബ്ബെന്നെ കാണുന്നു, എന്റെ റബ്ബെന്നെ അറിയുന്നു. ഉമ്മ ഞാൻ പാലിൽ വെള്ളം ചേർക്കില്ല, 10 രൂപ അധികം കിട്ടും, പക്ഷെ അള്ളാനെ ഞാൻ പേടിക്കുന്നു ഉമ്മ. ഈ വിശ്വാസം. ഒരു ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൻ കാന അല്ലാഹു വറസൂലുഹു, ബാക്കി കേട്ടോളിട്ടോ, മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതിന് തുല്യമായ ഒരു ഹദീസ് വേറെ വെക്കാൻ പറ്റില്ല. എന്താ? ഒരു വ്യക്തിക്ക്, ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക്, ഇനി ഇവരെ കൊണ്ടുവന്ന രക്ഷിതാക്കൾക്ക്, ഇതിന്റെ സംഘാടകർക്ക്, ആർക്കോ ആവട്ടെ, അല്ല പറയാൻ, ഒരാൾക്ക് അള്ളാനെ റസൂലിനെ ഏറ്റവും ഇഷ്ടം മറ്റെന്തിനേക്കാളും ഒരാളെ പ്രേമിച്ചു നമ്മള്, അവളോട് പറയാതെ അള്ളാഹ്ക്ക് പൊരുത്തല്ല, അള്ളാന്റെ പൊരുത്തത്തിനപ്പുറത്ത് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് നീ പ്രിയങ്കരിയാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഒഴിവാക്കും. എനിക്ക് താടി വടിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ ഞാൻ താടി വടിക്കില്ല, എന്റെ റസൂലിന് ഇഷ്ടം അതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോട് എന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഇച്ഛയോടാണോ, എന്റെ നാഥനോടാണോ? എന്നെ സൃഷ്ടിച്ച, എനിക്ക് കാഴ്ച നൽകിയ, എനിക്ക് കേൾവി നൽകിയ, എന്നെ സംവിധാനിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ ആ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ 55 ആവർത്തിച്ചുള്ള പരാമർശങ്ങളാണ്. ആ പരമകാരുണികനായ റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിനി റബ്ബിന്റെ ഇഷ്ടത്തിനൊത്തല്ലാതെ ജീവിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാം ജീവിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി